ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് പെറ്റ്സ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഗ്രേഡൈൻ്റെ ഒരു മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. 50 ദിവസം പ്രായമായിട്ടുള്ള ഒരു മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളി കളറായിട്ടുള്ള ഒരു ഗ്രേഡൈൻ്റെ പപ്പി. ഇതിന് ചോദിക്കുന്ന റേറ്റ് 20,000 രൂപയാണ് ഇതിൻ്റെ റേറ്റായിട്ട് ചോദിക്കുന്നത്. വിത്ത് KCI ആണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു അലിഗേറ്റർ കാറും ഫിഷ് സെയിലിന് വന്നിട്ടുണ്ട്. 1.7 ഫീറ്റാണ് അതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത്. അതിന് ചോദിക്കുന്ന റേറ്റ് 3,000 രൂപയാണ്. ഈ അലിഗേറ്റർ കാറിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്ത് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ ഒരു സ്റ്റഡ് മെയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 2,000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഒരു സ്റ്റഡ് മെയിലാണ് വന്നിരിക്കുന്നത്. പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ മിനിയേച്ചർ ടൈപ്പ്. അപ്പോൾ ഈ സ്റ്റഡ് മെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് അവർ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒട്ടുമിക്കതും ചിലതൊക്കെ നമുക്ക് വാട്സപ്പ് നമ്പറുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വാട്സപ്പ് കോളിംഗ് ചെയ്യാൻ നോക്കാം. കണ്ണൂരിൽ നിന്നാണ് നമുക്ക് മുയലുകൾ സെയിലിൽ വന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2 മാസമായത് പീസ് റേറ്റ് 150 രൂപയാണ് ചോദിക്കുന്നത്. അതേപോലെ അഡൽട്ട് വന്നിരിക്കുന്നത് പീസ് റേറ്റ് 300 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ കുറച്ചധികം മുയലുകൾ കൊടുക്കാനുണ്ട്, അഡൽട്ടും കൊടുക്കാനുണ്ട്, 2 മാസമായതും കൊടുക്കാനുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ സെയിലിന് വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. നമുക്ക് പ്രാവുകൾ സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ചൈനീസ് ഔളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെയിലിന് വന്നിരിക്കുന്നത് ചൈനീസ് ഔള്, കിങ്, മുദീന, അതേപോലെ ഫാൻഡേൽ. ഈ പെയറിന് ചോദിക്കുന്നത് 600 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത്. അടുത്തായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചൈനീസ് ഔള് പെയർ 1000 രൂപയാണ്. ചൈനീസ് ഔളിൻ്റെ പെയറിന് ചോദിക്കുന്ന റേറ്റ് 1000 രൂപ. അതേപോലെ തന്നെ ഫാൻഡെയിൽസ്, ഇന്ത്യൻ ഫാൻഡെയിൽസ് 3 എണ്ണം 800 രൂപ. അപ്പോൾ നല്ല അടിപൊളി ചൈനീസ് ഔളിൻ്റെയൊക്കെ പെയറുകളുണ്ട്. 1000 രൂപയാണ് ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ചൈനീസ് ഔള്. ഇന്ത്യൻ ഫാൻഡെയിൽസ് 3 എണ്ണം കൂടിയാണ് 800 രൂപ പറയുന്നത് കേട്ടോ. 3 എണ്ണം കൂടി 800 രൂപ. അതേപോലെ തന്നെ മുദീന വന്നിരിക്കുന്നത് പെയർ 1000 രൂപയാണ് ചോദിക്കുന്നത്. റിംഗ് മുദീനയുടെ പെയറിന് ചോദിക്കുന്നത് 1000 രൂപ. അതേപോലെ കിങ്ങിൻ്റെ ഒരു പെയറും വന്നിട്ടുണ്ട്. കിങ്ങിൻ്റെ പെയറിന് വരുന്നത് 3000 രൂപയാണ് കിങ്ങിൻ്റെ പെയറിനായിട്ട് ചോദിക്കുന്നത്. വൈറ്റാണ് വന്നിരിക്കുന്നത്. വൈറ്റ് കളർ കിങ് പെയർ 3000 രൂപ. അപ്പോൾ ഈ പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ചൈനീസ് ഔളുകൾ ഒരു 2-3-4 വെറൈറ്റി കളറുകളുണ്ട്. റിവേഴ്സ് ചൈനീസ് ഔളൊക്കെ ഉണ്ട്. പെയറിന് 1000 രൂപ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഫാൻസി കോഴികളാണ് സെയിലിന് വന്നിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 3 മെയിലുകൾ മാത്രമാണ് കൊടുക്കാനുള്ളത്. 3 മെയിൽസ് 7 മാസം പ്രായമായത് ഫാൻസി കോഴി 3 മെയിൽസാണ് കൊടുക്കാനുള്ളത്. പീസ് റേറ്റ് 500 രൂപയാണ് വരുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പീസ് റേറ്റ് 500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഫാൻസി കോഴിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡുകളാണ് സെയിലിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പെയറിന്
2200 രൂപയാണ് റേറ്റ് ചോദിക്കുന്നത്. ഗ്രീനും അതേപോലെ കോബാൾട്ട് മാസ്കും ആയിട്ടുള്ളൊരു പെയർ 2200 രൂപ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പെയറിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഗ്രീനും അതേപോലെ തന്നെ കോബാൾട്ട് മാസ്ക് പെയർ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് 2 ജോഡി കൊനൂറുകളാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് വന്നിരിക്കുന്നത് യെല്ലോ ഷെയ്ഡഡ് കൊനൂറ്. ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 2.5 വയസ്സ് പ്രായം. ഒരു ക്ലച്ച് എടുത്തതാണ്. കൺഫേം ബ്രീഡിംഗ് പെയറാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ കക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 7500 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ 2 കൊനൂറുകളും ഓരോ ടൈം ക്ലച്ച് എടുത്താണ്. അടുത്ത് വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. 2.5 വയസ്സ് തന്നെ പ്രായമുള്ളത്. സിനിമൺ കൊനൂറ് മെയിലും ഗ്രീൻ ചിക്ക് കൊനൂറ് ഫീമെയിലായിട്ടുള്ള പെയർ 2.5 വയസ്സ് തന്നെ പ്രായം. അപ്പോൾ ഈ കൺഫേം ബ്രീഡിംഗ് പെയറിന് ചോദിക്കുന്ന റേറ്റും 7500 രൂപ തന്നെയാണ് ചോദിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ കക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് തൃശ്ശൂരിൽ നിന്നാണ് നമുക്ക് സെയിലിനെത്തിയിട്ടുള്ളത്. ഒരു ഡാഷ് കണ്ടിൻ്റെ 1 വയസ്സായ ഫീമെയിൽ. ഫസ്റ്റ് ഹീറ്റ് കഴിഞ്ഞാണ്. ഫസ്റ്റ് ഹീറ്റ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാണ്. അപ്പോൾ അടുത്ത ഹീറ്റ് ആവാറായിട്ടുണ്ട്. 1 വയസ്സായിട്ടുള്ളൂ. ഫീമെയിൽ 3000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പാറശാലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. കോക്ടെയിൽസാണ് വന്നിരിക്കുന്നത്. 5 പെയർ കോക്ടെയിൽസ് 16500 രൂപയാണ് ചോദിക്കുന്നത്. ഒട്ടുമിക്ക വെറൈറ്റികളും ഉണ്ട്. ഇതിൽ ലുട്ടിനോ ഉണ്ട്, ആൽബിനോ ഉണ്ട്, ലുട്ടിനോ പേൾ പെയ്ഡ് ഉണ്ട്, ലുട്ടിനോ പേളുണ്ട്. അപ്പോൾ ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. 5 പെയർ 16500 രൂപയാണ് റേറ്റ് വരുന്നത്. സിംഗിളായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ സിംഗിൾ അവരെ ഡയറക്റ്റ് അവരായിട്ട് വിളിച്ചു നോക്കിയാൽ ബൾക്ക് സെയിലാണ് 16500 രൂപ 5 പെയർ. അപ്പോൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നല്ല ഓഫറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേർഡുകളാണ് സെയിലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ലുട്ടിനോ പീച്ച് ഉണ്ട്, ലുട്ടിനോ റെഡ് ഹുഡ് ഒപ്പലൈൻ ഉണ്ട്, വയലറ്റ് പീച്ച് ഉണ്ട്, അപ്പോൾ ഗ്രീൻ ഫിഷർ ഉണ്ട്. അപ്പോൾ 7 ഉണ്ട്. അഡൽട്ടാണ് വന്നിരിക്കുന്നത്. 7 കൂടി 7000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ആഫ്രിക്കൻ ലവ് ബേർഡ്സുകൾ അഡൽട്ട് വന്നിരിക്കുന്നത് 7 7000 രൂപ. ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ലുട്ടിനോ റെഡ് ഹുഡ് ഓപ്പലൈനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബേഡുകൾ. ഫ്ലൈൻ ഡക്കിൻ്റെ ചിക്സാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 1 മാസം പ്രായമാവാറായത്. അപ്പോൾ 10 ചിക്സ് കൊടുക്കാനുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ അടിവാരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ പീസ് റേറ്റ് 150 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അപ്പോൾ നല്ല അടിപൊളി ഫ്ലൈൻ ഡക്കിൻ്റെ ചിക്സുകൾ വന്നിട്ടുണ്ട്. 10 ഒരുമിച്ച് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. ബൾക്ക് സെയിലും അവൈലബിൾ ആണ്. പീസ് റേറ്റ് വരുന്നത് 150 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഹംഗേറി മിക്സിൻ്റെ 8 കള്ളിയായിട്ടുള്ളൊരു പെയറാണ് സെയിലിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 1300 രൂപയാണ് ഈ ഹംഗേറി മിക്സിൻ്റെ 8 കള്ളിയായിട്ടുള്ള പെയറിന് ചോദിക്കുന്നത്. അപ്പോൾ നല്ല ബൂട്ട് ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു പെയറാണ് വന്നിരിക്കുന്നത്. ഹംഗേറി മിക്സ് പ്യുവർ വൈറ്റ് കളർ 1300 രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് പെയറിന്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ലാബിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. തിരുവല്ലയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ മദറിൻ്റെ ഫോട്ടോ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 4000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. ലാബിൻ്റെ പപ്പീസ് മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ബൾക്ക് സെയിലും അവൈലബിൾ ആണ്. ഒരു പപ്പിക്ക് 4000 രൂപ. അടുത്തായിട്ട് നമുക്ക് പ്രാവുകളൊക്കെ സെയിലിന് വന്നിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ് പ്രാവുകൾ സെയിലിന് വന്നിരിക്കുന്നത്. അപ്പോൾ പൗട്ടറിന് ചോദിക്കുന്ന റേറ്റ് 700 രൂപയാണ് ഈ പൗട്ടറിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. ഗാഡിറ്റാനോ പൗഡറാണ് വന്നിരിക്കുന്നത്. 700 രൂപയാണ് ഇതിന് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല
കുഴപ്പമില്ലാത്ത റേറ്റിനൊക്കെയാണ് പ്രാവുകൾ ഇവിടുന്ന് സെയിലിന് വന്നിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ബേഡ്സ് എല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ഫാൻറ്റെയിൽ വന്നിരിക്കുന്നത് പീസ് റേറ്റ് 500 രൂപയാണ് വരുന്നത്. ഫാൻറ്റെയിൽസ് പീസ് റേറ്റ് 500 രൂപ. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഫാൻറ്റെയിൽസാണ് വന്നിരിക്കുന്നത്. നല്ല ടെയിൽ ക്വാളിറ്റിയും അതേപോലെ തന്നെ അത്യാവശ്യം ബൂട്ടൊക്കെ ഉണ്ട്. പീസ് റേറ്റ് 500 രൂപയാണ് ചോദിക്കുന്നത്. ബൾക്കായിട്ടൊക്കെ ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഫാൻറ്റെയിൽസ് ഉണ്ട്, പൗഡർ ഉണ്ട്, മുഗിയുണ്ട്, ബർപ്പനുണ്ട്, ചൈനീസ് ഔളുണ്ട്, മുദീനയുണ്ട്. അപ്പോൾ അത്യാവശ്യം ബേഡ്സൊക്കെ ഇവിടുന്ന് സെയിലുണ്ട്. ബ്രീഡിങ് സൈസുകൾ അഡൽട്ടുകൾ. മുദീന വന്നിരിക്കുന്നത് പീസ് റേറ്റ് 500 രൂപ തന്നെയാണ് ചോദിക്കുന്നത്. റിംഗ് മുദീന അതേപോലെ മറ്റു മുദീനകളുണ്ട്. പീസ് റേറ്റ് 500 രൂപ. അടുത്ത് വന്നിരിക്കുന്നത് ബർപ്പൻസ് ആണ്. ബർപ്പൻ വന്നിരിക്കുന്നത് പീസ് റേറ്റ് 400 രൂപയാണ് ബർപ്പൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് മുദീന തന്നെയാണ് വന്നിരിക്കുന്നത്. മുദീനയുടെ ഒരു ബ്രീഡിംഗ് പെയറാണ് വന്നിരിക്കുന്നത്. പെയറിന് 1000 രൂപ, പീസ് റേറ്റ് 500 രൂപ. എല്ലാ മുദീനകളൊക്കെ പീസ് റേറ്റ് 500 രൂപ. മുഗി വന്നിരിക്കുന്നത് പീസ് റേറ്റ് 300 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. മുഗി പീസ് റേറ്റ് 300 രൂപ. അപ്പോൾ ഇതേപോലെ നിങ്ങളിൽ പെറ്റ്സുകൾ ഒക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസൊക്കെ അയച്ചു തരാൻ മറക്കരുത്. വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെയല്ല, മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ്. ചൈനീസ് ഔളും കൊടുക്കാനുണ്ട്. ചൈനീസ് ഔളുണ്ട്, സാറ്റി ഉണ്ട്. ഒക്കെ പീസ് റേറ്റ് 400 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ബേഡുകളൊക്കെ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറമാണ് ലൊക്കേഷൻ. ചൈനീസ് ഔളും പീസ് റേറ്റ് 400 രൂപയാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ജർമ്മൻ ഷിപ്പേഡും അതേപോലെ ഒരു പോമറേനിയനാണ് സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവല്ലയാണ്. 3 വയസ്സ് പ്രായമായ ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഒരു മെയിൽ ഡോഗാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 8000 രൂപയാണ് ചോദിക്കുന്നത്. സ്റ്റെഡ് മെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 8000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അതേപോലെ പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് 3000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. മിനിയേച്ചർ ടൈപ്പാണ്. പേരൻസിൻ്റെ വീഡിയോ നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പപ്പീസിൻ്റെ 3000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നുള്ളൂ. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസുണ്ട്. തിരുവല്ലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് പേർഷ്യൻ കാറ്റിൻ്റെ സെമി പഞ്ച് കാറ്റഗറിയിലുള്ള കിറ്റൻസാണ് സെയിലിന് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി കിറ്റൻസാണ് വന്നിരിക്കുന്നത്. സെമി പഞ്ചിൻ്റെ മെയിൽ കിറ്റൻസ് ഉണ്ട്, ഫീമെയിൽ കിറ്റൻസ് ഉണ്ട്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഹെയർ ക്വാളിറ്റി ഉള്ളത് 2500 രൂപ. അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ സെയിലിന് വന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നാടൻ പ്രാവുകൾ, ക്രോസ് പ്രാവുകളൊക്കെ ഉണ്ട്. അതുപോലെ നല്ല പ്രാവുകളൊക്കെ ഉണ്ട്. പെയറിന് 300 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ബൂട്ടൊക്കെ ഉള്ള പ്രാവുകളുണ്ട്. ക്രോസ് പ്രാവുകളാണ് വന്നിരിക്കുന്നത്. പെയറിന് 300 രൂപ. ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു പിറ്റ് ബുള്ളിൻ്റെ പപ്പിയാണ് വന്നിരിക്കുന്നത്. ഫീമെയിൽ പപ്പിയാണ് വന്നിട്ടുള്ളത്. പേരൻസിൻ്റെ ഫോട്ടോയും വീഡിയോയും നമ്മൾ ഫസ്റ്റ് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ഒരു ഫീമെയിൽ പപ്പിനെയൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. 8000 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ചോദിക്കുന്നത്.
ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി പിറ്റ് ബുള്ളിൻ്റെ ഒക്കെ ഫീമെയിൽ പപ്പിനൊക്കെ അന്വേഷിച്ച് കിടക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. പേരൻസിൻ്റെ ഫോട്ടോസ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി പിറ്റ് ബുള്ളിൻ്റെ പപ്പി ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് സെമി പഞ്ചിൻ്റെ കിറ്റൺസാണ് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സെമി പഞ്ചിൻ്റെ കിറ്റൺസ്, നല്ല ഹെയർ ക്വാളിറ്റിയും അതേപോലെ സെമി പഞ്ചാണ് ഫേസ് വന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 5000 രൂപയാണ് ഒരു കിറ്റൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ സെമി പഞ്ചിൻ്റെ നല്ല അടിപൊളി കിറ്റൻസിനൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റിയതാണ്. കണ്ണൂരാണ് സ്ഥലം വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒരു കിറ്റന് 5000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ 3 കിറ്റൻസാണ് ഇവിടെ കൊടുക്കാനുള്ളത്. മെയിൽ കിറ്റൻസ് ഉണ്ട്, ഫീമെയിൽ കിറ്റൻസ് ഉണ്ട്. ഗോൾഡൻ കളറുണ്ട്, വൈറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ആഷ് കളറുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ക്യാറ്റുകൾ കിറ്റൻസൊക്കെ സെയിലുണ്ടെങ്കിൽ, പിന്നെ മറ്റേ ഫാൻസി കോഴികൾ അസീൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസ് അയച്ചു തരാൻ മറക്കരുത്. നമ്മൾ ഇതേപോലെ നല്ല അടിപൊളി സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബീഗിളിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ചാമ്പ്യൻ ലൈനേജാണ് വന്നിരിക്കുന്നത്. ഫാദർ വന്നിരിക്കുന്നത് ചാമ്പ്യൻ ലൈനേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ബീഗിളിൻ്റെ പപ്പീസ് വിത്ത് KCI 18,000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വല്ലച്ചേറയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. വിത്ത് KCI 18,000 രൂപയാണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ലാബിൻ്റെ പപ്പീസാണ് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്ക് കളറുണ്ട്, അതുപോലെ തന്നെ ഓഫ് വൈറ്റ് കളറുണ്ട്. നല്ല അടിപൊളി ലാബിൻ്റെ പപ്പീസ് 7000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ബൾക്ക് സെയിലും അവൈലബിൾ ആണ്. മെയിൽ പപ്പീസുണ്ട്, ഫീമെയിൽ പപ്പീസും ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി ലാബിൻ്റെ പപ്പീസ് 7000 രൂപ കോഴിക്കോട് ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നുള്ളത് അഡൽട്ട് പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് സെക്കൻഡ് ഹീറ്റ് ആവാറായതാണ്. തിരുവനന്തപുരം ജില്ലയിൽ കരമ്പനയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 3000 രൂപയാണ് ഈ ഡോഗിൻ്റെ സ്പിറ്റ്സിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ലാബിൻ്റെ പപ്പീസാണ് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് മദറിൻ്റെ വീഡിയോ ആണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതാണ് വന്നിരിക്കുന്നത് ഫാദർ. അപ്പോൾ നല്ല ഹെഡ് സൈസൊക്കെ ഉള്ള ലാബാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പാരൻസ് വന്നിരിക്കുന്നത് തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പാരൻസാണ് വന്നിരിക്കുന്നത്. നല്ല ഹെഡ് സൈസൊക്കെ ഉള്ള ലാബിൻ്റെ മെയിലാണ് വന്നിരിക്കുന്നത് ഫാദർ. ഇതാണ് പപ്പീസ് വന്നിരിക്കുന്നത്. 27 ദിവസം പ്രായമായിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. 27 ദിവസം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ 3 മെയിൽ പപ്പീസും 5 ഫീമെയിൽ പപ്പീസാണ് കൊടുക്കാനുള്ളത്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 6000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് അവിടെ തന്നെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെയും പപ്പീസ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ലാബിൻ്റെ പപ്പീസ് ഓഫ് വൈറ്റ് കളറ് മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ബൾക്ക് സെയിലും അവൈലബിൾ ആണ്. ബൾക്കായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ബൾക്കായിട്ട് എടുക്കാമെന്നാണ്. ഇതാണ് ജർമ്മൻ ഷെപ്പേർഡ് വന്നിരിക്കുന്നത്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഫാദർ മാത്രം. അതുപോലെ 4 പപ്പീസാണ് കൊടുക്കാനുള്ളത്. 9000 രൂപയാണ് ചോദിക്കുന്നത്. 9000. 30 ദിവസം പ്രായമായിട്ടുള്ള ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് ഡാഷ് ഹണ്ടിൻ്റെ 6 മാസമായിട്ടുള്ള ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഒരു ഡാഷ് ഹണ്ടിൻ്റെ ഫീമെയിൽ. ഇതിൻ്റെ ഫാദറും മദറും സർട്ടിഫൈഡ് ആണ്. അപ്പോൾ പപ്പിക്ക് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ നല്ല അടിപൊളി ഫീമെയിൽ ഡാഷ് ഹണ്ടാണ് വന്നിരിക്കുന്നത്. സെമി അഡൾട്ട്. 3800 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. തൃശ്ശൂർ ഒളരിക്കരയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്.
അപ്പോൾ ബ്രീഡിങ് പർപ്പസിനൊക്കെ ഡാഷ് കണ്ടിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. കാരണം ഇത് സർട്ടിഫൈഡ് ഡോഗ്സിൻ്റെ പപ്പിയാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഗപ്പികൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിൽ നിന്നാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഗപ്പി വെറൈറ്റികൾ സെയിലിനുണ്ട്, ബൾക്കായിട്ട് സെയിലുണ്ട്. അപ്പോൾ പ്ലാറ്റിനം റെഡ് പെയറിന് 90 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നല്ല റേറ്റ് കുറവാണ് വന്നിരിക്കുന്നത് ഗപ്പികളൊക്കെ. അതേപോലെ തന്നെ ഇത് ബൾക്കായിട്ടും ഹോൾസെയിൽ കൊറിയർ അവൈലബിൾ ആണ്. പ്ലാറ്റിനം റെഡ് 90 രൂപ. അടുത്തായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്നത് ജെറ്റ് ബ്ലാക്ക് ഗപ്പിയാണ് വന്നിരിക്കുന്നത്. ബ്രീഡിങ് സൈസ് ബ്രീഡിങ് പെയറുകൾ. അപ്പോൾ ഇതിന് 130 രൂപയാണ് ജെറ്റ് ബ്ലാക്കിൻ്റെ ബ്രീഡിങ് പെയറിന് വരുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഗപ്പികൾ ബ്രീഡിങ് സൈസാണ് വന്നിരിക്കുന്നത്. ബ്രീഡിങ് പെയറിന് 130 രൂപ. അടുത്തായിട്ട് നമുക്ക് അവിടുന്ന് സെയിലിന് വന്നിട്ടുള്ളത് HB ബ്ലൂ ആണ് വന്നിരിക്കുന്നത്. HB ബ്ലൂവിന് പെയറിന് വന്നിരിക്കുന്നത് 140 രൂപയാണ് പെയറിന് വന്നിരിക്കുന്നത്. ഇത് റീറ്റെയിൽ മാത്രമേ ഉള്ളൂ, അത്യാവശ്യം കൊടുക്കാനുള്ളൂ. നല്ല അടിപൊളി സൈസ് ആണ് വന്നിരിക്കുന്നത്, അഡൽട്ട് സൈസാണ് വന്നിരിക്കുന്നത്. 140 രൂപ പെയറിന് വന്നിരിക്കുന്നത്. HB ബ്ലൂ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് മെറ്റാലിക് ബ്ലൂ സ്നേക്ക് സ്കിന്നാണ് വന്നിരിക്കുന്നത്. മെറ്റാലിക് ബ്ലൂ സ്നേക്ക് സ്കിൻ. ഇത് പെയർ വരുന്നത് 150 രൂപയാണ് ഇതിൻ്റെ പെയർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഗപ്പിയൊക്കെ അത്യാവശ്യം കൊടുക്കാനുണ്ട്, ബൾക്കായിട്ടൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ. മെറ്റാലിക് ബ്ലൂ സ്നേക്ക് സ്കിന്ന് 150 രൂപ. അടുത്തായിട്ട് വന്നിരിക്കുന്നത് പർപ്പിൾ ബെറി ഡംബോയറാണ് വന്നിരിക്കുന്നത്. പർപ്പിൾ ബെറി ഡംബോയർ ഗപ്പി 160 രൂപയാണ് പെയർ വരുന്നത്. പർപ്പിൾ ബെറി 160 രൂപ. അപ്പോൾ ഈ ഗപ്പികളുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോന്നിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള കൊറിയർ അവൈലബിൾ ആണ്. ഹോൾസെയിലുണ്ട്, റീറ്റെയിലുണ്ട് ഗപ്പികളെല്ലാതും. അടുത്തായിട്ട് നമുക്ക് പെറ്റ്സുകൾ സെയിലിന് വന്നിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ അരൂക്കുറ്റിക്ക് അടുത്ത് പൂച്ചക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് സെയിലിന് വന്നിരിക്കുന്നത്. ഒരുപാട് പെറ്റ്സുകൾ സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ അരൂക്കുറ്റിയാണ് സ്ഥലം വരുന്നത്, ആലപ്പുഴ ജില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അവിടെ നിന്ന് വന്നിരിക്കുന്നത് മുയലുകളാണ്. പീസ് റേറ്റ് 200 രൂപയാണ് ചോദിക്കുന്നത്. 10 മുയലുകൾ കൊടുക്കാനുണ്ട്. പീസ് റേറ്റ് 200 രൂപ. ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളത്തിൻ്റെ ഒരു അതിർത്തിയായിട്ട് വരും. പൂച്ചക്കൽ എന്ന് പറഞ്ഞ സ്ഥലം ആലപ്പുഴ ഡിസ്ട്രിക്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ചധികം പെറ്റ്സുകൾ സെയിലിന് വന്നിട്ടുണ്ട്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പീസ് റേറ്റ് 200 രൂപയാണ് മുയലുകൾ ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഡോൾ ഫേസിൻ്റെ ഫീമെയിൽ ക്യാറ്റാണ് വന്നിരിക്കുന്നത്. ഇത് പ്രഗ്നൻ്റ് ആണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 7000 രൂപയാണ് ഈ ക്യാറ്റിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് അവർ. അടുത്ത നമുക്ക് അവിടെ തന്നെ സെയിലിൽ വന്നിരിക്കുന്നത് ഒരു പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ പപ്പി സെയിലിൽ വന്നിട്ടുണ്ട്. 4000 രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത് കോക്ടെയിലൊരു പെയറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ല അടിപൊളി ഒരു കോക്ടെയിലിൻ്റെ ഒരു പെയറിന് 6500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് അവർ. അതേപോലെ തന്നെ അവിടുന്ന് ലവ് ബേഡ്സുകളും സെയിലിന് വന്നിട്ടുണ്ട്. ലവ് ബേഡ്സ് പീസ് റേറ്റ് 130 രൂപയാണ് റേറ്റ് ചോദിക്കുന്നത്. 130 രൂപ. അപ്പോൾ കുറച്ചധികം പെറ്റ്സുകൾ നമുക്ക് അവിടെ നിന്ന് സെയിലിന് വന്നിട്ട്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ അരൂക്കുറ്റിക്ക് അടുത്ത് പൂച്ചക്കൽ എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് വന്നിരിക്കുന്നത്. അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് 2 ആഫ്രിക്കൻ ലവ് ബേഡുകളാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമലയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്.
ഒരെണ്ണം യെല്ലോ ഫിഷറും ഒരെണ്ണം ലുട്ടിനോ ഫിഷറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനും കൂടി ചോദിക്കുന്ന റേറ്റ് 1500 രൂപയും ചോദിക്കുന്നത്. 6 മാസം പ്രായമായതാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണത്തിനും 1500 റേറ്റ്. തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ആഫ്രിക്കൻ ലവ് ബേർഡുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് കുറച്ചധികം പെറ്റ്സുകൾ സെയിലിന് വന്നിട്ടുള്ളത് ആലപ്പുഴയിൽ നിന്നാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് അവിടെ നിന്ന് നമുക്ക് വന്നിരിക്കുന്നത് ലാബിൻ്റെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അഡൾട്ട് ലാബ് ഫീമെയിൽ. ഇതിന് ചോദിക്കുന്ന റേറ്റ് 4000 രൂപയാണ് ലാബിന് ചോദിക്കുന്ന റേറ്റ്. അതേപോലെ തന്നെ അവിടെ നിന്ന് വന്നിരിക്കുന്നത് ഫ്ലൈൻ ഡക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മണിത്താറാവ് അഡൾട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 1500 രൂപയാണ് ഫ്ലൈൻ ഡക്കിൻ്റെ റേറ്റ് വരുന്നത്. ബ്രീഡിംഗ് സൈസാണ് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് സൈസ് മണിത്താറാവ് ഫ്ലൈൻ ഡക്ക് 1500 രൂപ. അതേപോലെ അവിടുന്ന് കുറച്ചധികം പ്രാവുകൾ വന്നിട്ടുണ്ട്. ഫാൻറ്റെയിൽസ് പെയറിന് 1000 രൂപ. സിറാസും മറ്റു പ്രാവുകളൊക്കെ പെയറിന് 500 രൂപയാണ് ചോദിക്കുന്നത്. ക്രോസ് ബേർഡുകൾ, ബർപ്പൻസ്, സിറാസ് എല്ലാം പെയറിന് 500 രൂപ. ഫാൻറ്റെയിൽസ് മാത്രം പെയർ 1000 രൂപ. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെ നമ്പർ നമ്മൾ വീഡിയോയിൽ തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ലാബിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ലാബിൻ്റെ മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് 7500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ലാബ് സാപ്സാൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഫീമെയിൽ പപ്പീസ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴയാണ്. അപ്പോൾ ഒരു പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ് 4500 രൂപയാണ് ലാബ് സാപ്സാൻ്റെ ഫീമെയിൽ പപ്പിക്ക് ചോദിക്കുന്ന റേറ്റ്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് 2 അഡൽട്ട് കാറ്റുകളാണ് വന്നിരിക്കുന്നത്. ഒരു മെയിലും ഒരു ഫീമെയിലും. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. രണ്ടെണ്ണത്തിനും കൂടി 8000 രൂപയാണ് ചോദിക്കുന്നത്. 8000 റുപ്പീസ്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളില്ല. റേറ്റ് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ട വരും. കണ്ണൂർ ജില്ലയിൽ എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഹെയർ ക്വാളിറ്റിക്കുള്ള കാറ്റുകളാണ് വന്നിട്ടുള്ളത്. അഡൾട്ട് ഫീമെയിലും മെയിലും. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളില്ല കേട്ടോ, അത് ഓർമ്മ വയ്ക്കുക. ഡയറക്റ്റ് ചെന്നെടുക്കുക. റേറ്റ് 8000 ആണ് രണ്ടെണ്ണത്തിന് കൂടി ചോദിക്കുന്ന റേറ്റ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് മസ്റ്റിഫിൻ്റെ ഒരു അഡൾട്ട് മെയിലാണ് സെയിലിന് വന്നിട്ടുള്ളത്. 1 വയസ്സ് പ്രായമുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 25000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. നല്ല അടിപൊളി ഒരു ഇംഗ്ലീഷ് മസ്റ്റിഫിൻ്റെ മെയിലാണ് വന്നിരിക്കുന്നത്. എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ സെയിൽ പോസ്റ്റ് വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസൊക്കെ വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. അതുപോലെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും മെസ്സേജ് അയച്ചു തരാവുന്നതാണ്. നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുന്നതിൽ 75% ആളുകൾക്കും സെയിൽ നടക്കുന്നുണ്ട്. നല്ല പോസിറ്റീവ് റിപ്ലൈകളാണ് നമുക്ക് ലഭിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.